ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദുദേ അനിയെ ഫോൺ വിളിക്കുമോ? അപ്പോൾ അനിയാണെ തിരക്കിട്ട് ഓടി നടക്കുവാണ്, ഇപ്പോൾ ആദർശം ഇല്ലാത്തത് കൊണ്ട്. നീ എൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ എന്നെ ഓർത്തിങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ അനി ഇങ്ങനെ പറയുമ്പോൾ, നീ ഇപ്പോൾ ഭയങ്കര തിരക്കല്ലേ, തിരക്കോട് തിരക്കല്ലേ എന്നൊക്കെ അന്നേരം നന്ദു ചോദിച്ചു. അതെ, ആദർശനെ ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി തിരക്ക് കൂടുതലുണ്ടെന്നും പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ നീ വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ അനി ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് എടാ ബിസിനസ്സായിട്ടും കുടുംബമായിട്ടും കാണുന്ന ഒരു മുത്തശ്ശൻ്റെ കൊച്ചുമോനല്ലേ നീ, അതുകൊണ്ടാണ് തിരക്കാണെങ്കിൽ നീ വരണ്ടാന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം, ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ മുത്തശ്ശൻ്റെ പ്രിൻസിപ്പളിനെ കുറിച്ചൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നെ കാണണമെന്നുള്ളത് കൊണ്ടല്ല നീ ഇപ്പോൾ വിളിച്ചത് എന്നിങ്ങനെ അനിയ നേരം ചോദിച്ചു. അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇടയ്ക്കൊക്കെ നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ വിലക്ക് കൂടും തോറും കാണാനുള്ള ഒരു കൊതിയും കൂടി വരും എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ പിന്നെ വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ അതും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു ജിമ്മിൽ പോകുന്നു. അപ്പോൾ നവീൻ അവിടെയുണ്ട്. അപ്പോൾ നവീനെ നന്ദു കണ്ടു. അപ്പോൾ നവീൻ നന്ദുവിനെയും കണ്ടു അങ്ങ് ചെന്നു. ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ വരുന്നുണ്ടെന്നേ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് നവീനേട്ടൻ എന്നെ വിളിച്ചത് എന്ന് നന്ദു പറയാം. എന്നിട്ട് അവൻ അതേപ്പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ. നവീനേട്ടൻ അനിയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പം, വിളിച്ചൊന്നുമില്ല, എങ്കിലും ജിമ്മിൽ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ അവൻ എന്നെ വിളിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അവനിപ്പോൾ അങ്ങനെ വരുമോ എന്ന് ചോദിക്കുമ്പം, വരേണ്ടതാ, പിന്നെ ഭയങ്കര ജോലി തിരക്കൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ അതെ ആ വലിയ ഡീല് മൂർത്തി ജ്വല്ലറിക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇടയ്ക്ക് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അതാ ഇപ്പോൾ എല്ലാവരുടെയും ടെൻഷൻ നവീനേട്ടാന്ന് പറഞ്ഞു നന്ദു. ചേച്ചിയെ വിളിച്ചപ്പോഴും അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞായിരുന്നു. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നവീനേട്ടൻ്റെ കല്യാണക്കാരിയൊക്കെ എന്തായി എന്ന് നന്ദു ചോദിച്ചപ്പോൾ, അത് പിന്നെ ഒന്നും ആയിട്ടില്ല നന്ദു എന്ന് നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയുക. പിന്നെ അമ്മ കൊണ്ടുവന്ന ബന്ധങ്ങളോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറ്റി ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മയുടെ ടേസ്റ്റിന് പറ്റിയ ഒരു പെൺകുട്ടിയല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയുമെന്ന് ചോദിച്ചു. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലെങ്ങാനും ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല, എന്നാലും പിന്നെ എങ്ങനെയാ ഒന്നും അറിയില്ല. പെൺകുട്ടിക്ക് എൻ്റെ ഇഷ്ടത്തെപ്പറ്റി അറിയില്ലല്ലോ, പിന്നെ അവൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തൊന്നൊന്ന് ചിരിക്കുക. എന്നെ വലിയ മതിപ്പൊക്കെയുള്ള കൂട്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂട്ട് ക്ലിയർ ആണല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ, അമ്മയോട് പറഞ്ഞിട്ട് അമ്മ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ അമ്മയും മുത്തച്ഛനെയും കൂട്ടിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടാൽ മതിയല്ലോ എന്ന് നമ്മുടെ നവീന്. അപ്പോൾ അല്ല ഹനി അടുത്ത സുഹൃത്തല്ലേ, അപ്പോൾ പിന്നെ കൂട്ടുകാരനും കൂടെ പോയി പെണ്ണ് കാണരുതോ എന്നൊക്കെ ചോദിക്കുമ്പം, അങ്ങനെ പെണ്ണ് കണ്ടാലും വീട്ടിലുള്ളവർ സമ്മതിക്കണമല്ലോ എന്ന് നവീൻ. എന്തായാലും അവളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഉടനെ കഴിഞ്ഞേക്കും എന്ന് നവീൻ പറയുക. പിന്നെ അല്ല, നന്ദുവിൻ്റെ വീട്ടുകാർ തിരക്കപ്പെട്ട് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പം, അതവർ വെറുതെ ആലോചിക്കത്തേ ഉള്ളൂ, ഞാൻ പിടികൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ നന്ദുവിന് കല്യാണം വേണ്ടേന്ന് ചോദിക്കുമ്പം, തൽക്കാലം വേണ്ട നവീനേട്ടാ, എൻ്റെ പ്രൊഫഷനും വിവാഹ ജീവിതവും തമ്മിൽ യോജിച്ചൊന്നും പോകത്തില്ല എന്ന് നന്ദു പറയുമ്പോൾ, അല്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലീസ് ആകുന്നത് അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. അവരെല്ലാവരും കല്യാണം കഴിക്കാതെയാണോ കഴിയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, കാക്കിയിട്ടത് കൊണ്ട് മാത്രമൊന്നും അല്ല നവീനേട്ടാ, ഇപ്പം തന്നെ കണ്ടില്ലേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്, മനഃപൂർവ്വം വണ്ടി കൂടെ തട്ടിച്ചതാ കൊല്ലാൻ വേണ്ടി തന്നെ. അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോൾ ഒക്കെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ മറ്റൊരാളുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ശത്രുക്കളെ ചുറ്റിനും ഉള്ളപ്പം ഈശ്വര, ഇവളോട് സംസാരിക്കും തോറും എന്നെ നെഞ്ചിരിപ്പ് കൂടി വരുവാണല്ലോ. എൻ്റെ ദൈവമേ, ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ധൈര്യം ഇല്ലാണ്ടായി പോയല്ലോ എന്ന് നവീൻ ഇങ്ങനെ മനസ്സിൽ അന്നേരം പറയാം. അവനെ കാണുന്നില്ലല്ലോ എന്ന് നന്ദു അന്നേരം പറയുമ്പം, വിളിക്കണമെന്ന് ചോദിച്ചു. അയ്യോ വേണ്ടെന്നേ, വിളിക്കൊന്നും വേണ്ട, അവൻ വരുമ്പോൾ വരട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ അവരവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിയാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ അജയൻ അങ്ങോട്ടേക്ക് വന്നു വിഷമത്തോടെ. അജയനെ കണ്ടപ്പോൾ എന്തോ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നി. എന്ത് പറ്റിയച്ചാന്ന് ചോദിച്ചു. അവിടെ കുറേ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അവർക്ക് രാത്രിയിലെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോകണമെന്നാണ് പറഞ്ഞത്, ഡൽഹിയിൽ നിന്ന് വന്നതാ, നീ വേണം അവരുമായിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കാനെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം അനിയെ ഏൽപ്പിച്ചു. ആദർശ് പ്രത്യേകം വിളിച്ചു പറഞ്ഞതാ അത്തരം കാര്യങ്ങളിലൊക്കെ നിന്നെ തന്നെ ഏൽപ്പിക്കണമെന്നുള്ളത്. അതുമാത്രമല്ല, ആദർശില്ലാത്തപ്പോൾ നീ ഇനി ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തേ പറ്റുമെന്നും അച്ഛൻ മോനോട് പറയണം. അപ്പോൾ അത് കേട്ടപ്പം, അല്ല അച്ഛനും വല്യച്ഛനും ഒക്കെ ഉണ്ടല്ലോ, എടാ നീ പറഞ്ഞതിപ്പോൾ അങ്ങ് ചെയ്താൽ മതി, ഞാനും ചേട്ടനും ഒക്കെ ഇപ്പം ആ AN ജ്വല്ലറിയുടെ പിന്നാലെയാണെന്നും അതിൻ്റെ വേരുകൾ തേടിയുള്ള ഒരു യാത്രയിലാണിപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു. സാധാരണ നമ്മൾ എതിരാളികളെ പറ്റി ചിന്തിക്കാറ് പോലും ഉള്ളതല്ല, പക്ഷേ ഇവിടെ അച്ഛൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്, അവിടെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം എന്നുള്ളത്. പിന്നെ നോക്ക്, അവർ നമ്മളെ വ്യക്തിപരമായിട്ട് തകർക്കാൻ നോക്കുന്നത് കൊണ്ടാണ്
അങ്ങനെ ഒരു തീരുമാനം. എടാ ഇനി നീ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളും മാത്രം ചെയ്യണം. എന്തായാലും രാത്രി ഒരു 7-7:30 വരെ ഞാനിവിടെ ഉണ്ടാകും, ശരിയെന്നും പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോയി. പിന്നെ അച്ഛൻ അവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോളും, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങ് പോയി. എൻ്റെ ഈശ്വരാ, ഞാനിനി നന്ദുവിനെ എങ്ങനെ കാണാൻ പോകും? ഞാൻ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കാതെ നന്ദുവിനെ കാണാൻ പോയാൽ അത് അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമാവില്ലേ എന്നൊക്കെ അതിന് എന്നിട്ട് സ്വന്തം ചിന്തിക്കുക. എങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കും നമ്മുടെ കനകം നാളുകൾക്ക് ശേഷം അനന്തപുരിയിലേക്ക് വരുന്നു. അനന്തപുരിയിലേക്ക് വരുന്ന കനകത്തിനെ കണ്ടപ്പോഴത്തേക്ക് മുങ്ങാൻ നോക്കും അഭി. ആ മുങ്ങാൻ നോക്കി അഭിയെ കയ്യോടെ അങ്ങ് നമ്മുടെ കനകം പിടിച്ചു. അയ്യോ, ഇത് ആരാ? അമ്മയായിരുന്നാ? അതെ, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അഭിമാനം അല്ലെങ്കിലും കാണേണ്ടതൊന്നും ഇപ്പോൾ കാണാറില്ലല്ലോ എന്ന് കനക. അല്ല അമ്മ എന്താ വന്നേ? അത് പിന്നെ ഉണ്ടല്ലോ, ഇവിടെ നല്ല കുമ്പളങ്ങയുടെ വിത്ത് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എടാ, എൻ്റെ 2 മക്കളെ എവിടെയല്ലേടാ കെട്ടിച്ചു വിട്ടേക്കുന്നത്? അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്, അവരെ കാണാനാടാ ഞാൻ വന്നതെന്ന് കനക. അല്ലാതെ നിന്റെ അമ്മയും കാണാനൊന്നും അല്ല എന്നും പറഞ്ഞപ്പോഴും ഇങ്ങനെ നോക്കും അഭി. അല്ല, കൂട്ടത്തിൽ നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എടാ, എന്തിനാടാ എൻ്റെ മോളെ നീ പരസ്യത്തിനൊക്കെ പറഞ്ഞു വിട്ടത്? അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവളെന്നെ വകവച്ചില്ല അമ്മേ. അയ്യോ, എൻ്റെ അഭിക്കുട്ടാ, എന്നെങ്കിലും നീ ഒരു ദിവസം സത്യം ഒന്ന് പറയൂടാ. അത് പിന്നെ ഇപ്പം നിനക്ക് നിൻ്റെ അമ്മയ്ക്കും ഈ വീട്ടിലെ ജോലിക്കാരുടെ വില മാത്രമേ തരുന്നുള്ളൂ. അതിന് കാരണം നീയൊക്കെ തന്നെയല്ലേടാ? എടാ, ഈ അനന്തപുരി തറവാട്ടിലെ നായ്ക്കളില്ല, പക്ഷേ ഇവിടെ നായ്ക്കളെ വളർത്തണം, മനസ്സിലായോ? എന്നിട്ട് രാവിലെ ആകുമ്പോൾ അവരെ നടത്താനും അതിൻ്റെ കൂട് കഴുകാനും അതിനെ കുളിപ്പിക്കാനും ഒക്കെ നിന്നെ ഏൽപ്പിക്കുകയും വേണം. നിന്നെ പോലെയുള്ളവരെ ഒന്നും സ്നേഹിച്ചിട്ടേ വേറെ ഒരു കാര്യമില്ലടാ. ഈ നായ്ക്കളാണെങ്കിലേ കുറച്ച് നന്ദിയെങ്കിലും കാണിക്കും. ഇവിടെ ഇപ്പം എല്ലാവരും എന്നെ എൻ്റെ അമ്മയും പന്ത് തട്ടുന്നത് പോലെ ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ അമ്മയെന്ന് അഭി. അന്നേരം പാവം എൻ്റെ അഭിമാനം. സത്യം പറഞ്ഞാലേ പലതും അറിയുമ്പോൾ ഇങ്ങോട്ട് വന്ന് നിൻ്റെ കരണം അടിച്ച് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുടുംബത്തെ മുഴുവൻ അപമാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക ഒരുത്തി. അവളെ അങ്ങനെ ആക്കി മാറ്റുന്നത് നീ ഒറ്റൊരുത്തനാണെന്ന് എനിക്കറിയാം. അഭി, എന്തുകൊണ്ടാണ് അവൾ തന്നെ ഇഷ്ടത്തിന് നടക്കുന്നത്? ആദർശ് തെറ്റ് ചെയ്തിട്ട് ആദർശിനെ ശിക്ഷിച്ചില്ല ഈ തറവാട്ടിലുള്ളവർ. അതാണ് ആദർശിൻ്റെ മുത്തശ്ശൻ ഉൾപ്പെടെയുള്ളവരിൽ അവൾ കാണുന്ന തെറ്റ്. ചില നേരത്തെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഇവിടെ വന്ന് സകല സത്യം അങ്ങ് വിളിച്ച് പറയണമെന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് അയ്യോ അമ്മേ എന്ന് പറഞ്ഞു നിൽക്കും അഭി. പിന്നെ മൂർത്തി സാറും ആദർശമോനൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. നോക്കിക്കേ, നിനക്ക് വേണ്ടിയിട്ടാ ഇപ്പം ഈ വീട്ടിലുള്ളവർ എൻ്റെ മോളുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുന്നെന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് നവ്യ ഇതൊന്നും അറിയരുതെന്ന് പറഞ്ഞു. നവ്യ അറിയരുതെങ്കിലേ നീ അവളെ നേർവഴിക്ക് നടത്തണം, മനസ്സിലായോടാ? അവളെ തെറ്റായ വഴിക്ക് പോകുമ്പോൾ അവളെ നീ തന്നെ തടയണം. ഞാൻ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോൾ അയച്ചോടാ, നീയേ ഒരു ചെകുത്താനല്ലേടാ, പിന്നെ എങ്ങനെയാടാ നീ ചെകുത്താനും കടലിനും നടുവിലാകുന്നത്? അപ്പം നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മോളേന്നും പറഞ്ഞ് കനക എന്തായാലും ചെല്ലിപ്പോൾ അമ്മ എന്താ ഇവനോട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പാവ അഭിമാൻ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കായിപ്പോയെന്നാ പറഞ്ഞതേ. സത്യം പറഞ്ഞാൽ ഇവനിപ്പോൾ രക്ഷപ്പെട്ട് നടക്കുക അമ്മേ. ആദർശേട്ടനെ ചേച്ചി ഓരോന്ന് പറയുമ്പോഴേ ഞാനും ആദർശേട്ടൻ്റെ അമ്മയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. ഓരോന്നറിയുമ്പോൾ ഞങ്ങളുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് മോളേന്ന് കനക അന്നേരം പറഞ്ഞു. മോളുടെ അച്ഛനെ ഒരുപാട് തവണ പറഞ്ഞു നവ്യയോട് കാര്യങ്ങളൊന്ന് പറയുമെന്ന്. എന്നിട്ട് അതേ ആൾ തന്നെ അതെല്ലാം തിരുത്തി പറയുകയും ചെയ്യും. സത്യം പറഞ്ഞിട്ട് ഇനി നവ്യ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു പേടികൊണ്ടാണ് ഒന്നും പറയാത്തതെന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ നിന്ന് പറയുക. എടാ, അവൾ സത്യങ്ങൾ അറിഞ്ഞാലേ ഇനി വെട്ടി നുറുക്കി കൊല്ലും, നിനക്കറിയാവോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ മോളെ കൊലയാളിയാക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവളോട് സത്യങ്ങളൊന്നും പറയാത്തത് എന്നൊക്കെ കനക ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രമല്ല ഈ വീട്ടിലുള്ളവരെ സഹിക്കുന്നതും അതുകൊണ്ട് മാത്രമാണെന്നും പറഞ്ഞിവന് ശരിക്കും അങ്ങോട്ട് പൊളിച്ചടുക്കുവാണ്. എൻ്റെ മോളിവിടെ ഉണ്ടോടാ? മുകളിലുണ്ട്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് കനക മുകളിലോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് അയ്യോ അമ്മേനെ ഞാൻ കാല് പിടിക്കാമേ, അമ്മ അവളോടൊന്നും പറയരുത് കേട്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യെ കാലും പിടിക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ, എൻ്റെ മോളെ നീ പറഞ്ഞു പറ്റിക്കല്ലടാന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ലമ്മേ, ഞാനിപ്പോൾ അമ്മയുടെ മോൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് അഭി. ഞങ്ങളെയൊക്കെ ഭയന്നിട്ട് അല്ലാതെ ഒരു അച്ഛനെന്ന ബോധത്തോടെ ചന്തുമോളെ നീ സ്നേഹിച്ചിട്ടുണ്ടോടാ? ആ കൊച്ചിൻ്റെ നേരെ ഒന്ന് നോക്കിയിട്ടുണ്ടോടാ? നിൻ്റെ അമ്മ എനിക്കൊന്ന് കാണണം. ഇനി നാളെയും ഞാൻ പോകുന്നുണ്ട്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കനക അകത്തേക്ക് കയറിപ്പോയി. എൻ്റെ ബാഗെടുത്ത് അകത്തേക്ക് വെക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കനക അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അഭി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ നയനയോട് ബോംബെ പോയിട്ട് ആദർശിട്ട് വിളിച്ചായിരുന്നോ?
ബോംബെയിൽ പോയ ആദർശേട്ടൻ പരാജയപ്പെട്ട് തിരിച്ചു വരണേന്നല്ലേ നിൻ്റെ അമ്മയുടെയും പ്രാർത്ഥന. പിന്നെ എന്തിനാണ് ആദർശേട്ടനെ പറ്റിയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നയനകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം ഇനി ഇവരുടെയൊക്കെ മുന്നിൽ എന്താണ് അവ എന്തോ തലയുയർത്തി പിടിച്ച് എനിക്കൊന്ന് നിൽക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവ്യമോള് ലിപ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് കയറി ചെന്നു. നിന്റെ എൻ ജ്വല്ലറിക്ക് നിന്റെ ഭർത്താവിനും അമ്മയ്ക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനാണോ ലിഫ്റ്റിക്ക് ഇട്ട് ഇറങ്ങണതെന്ന് അമ്മ ചോദിക്കുക. അമ്മയെ ചൂടാക്കിയിട്ട് ആരും അങ്ങോട്ട് വിട്ടാണെന്ന് തോന്നല്ലോ എന്ന് പറയുമ്പം ചൂടാക്കി എന്നെ വിടേണ്ട കാര്യമൊന്നും ഇല്ലടി. എടി ദേ നിന്റെ അനിയത്തി ആക്സിഡൻ്റ് ആയിട്ട് കിടന്നപ്പം നീ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് കനക. പിന്നെ അപ്പോഴേ വന്ന് 4 വർത്തമാനം പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണെന്ന് പറയുമ്പം അവളെ കാണാൻ ഞാനെന്തിനാമ്മേ വരുന്നേ എന്ന് നവ്യ. അബിക്കൊരു പ്രശ്നം ഉണ്ടായപ്പം അവൾ എന്നെ സഹായിച്ചായിരുന്നോ? അവളുടെ കാല് പിടിച്ചിട്ട് അവൾ എൻ്റെ കൂടെ നിന്നോ? ഇല്ലല്ലോ. പിന്നെ അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ വരുന്നത്? എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നായി നവ്യ. അന്നേരം ദേ നോക്ക്, അന്ന് അവൾ മാത്രമൊന്നും അല്ലല്ലോ, ആരെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വന്നായിരുന്നോ? അവൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ കിട്ടണം എന്ന് കനക പറയുമ്പം ആരവനിവിടെ തെറ്റ് ചെയ്യാത്തത്? അബിയെക്കാളും തെറ്റ് ചെയ്ത് ഒരുത്തൻ ഇവിടെ അന്തസ്സോടെയല്ലേ നടക്കുന്നതെന്ന് പറയുമ്പം ദേ നവ്യേ, നീ ആദർശമാനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. ഈ വീട്ടിനകത്തുള്ളവരും എൻ്റെ അച്ഛനും അമ്മയൊക്കെ കണക്ക് തന്നെയാണ്. എല്ലാവരും മൂത്ത മരുമകനെ മാത്രം വെള്ളപൂശാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പം എടി നവ്യമോളെ, ദേ അമ്മ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ആ ജ്വല്ലറിക്കാരുമായിട്ടുള്ള എഗ്രിമെൻ്റ് എങ്കിൽ ക്യാൻസൽ ചെയ്തേക്കാൻ കനക പറയുമ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും ഒക്കില്ലമ്മേ, ഞാൻ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അവരെന്നെ കോടതി കയറ്റുമെന്ന് നവ്യ. എന്നാലും നവ്യേ, ഈ വീടിനകത്ത് നിന്നുകൊണ്ട് നിനക്കത് ചെയ്യാൻ തോന്നിയല്ലോ. ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് പുറത്താകുമെന്നൊക്കെ എനിക്കറിയാമെന്ന് നവ്യ. അതുകൊണ്ടേ ഞാനും എൻ്റെ അബിയുടെയും ഞങ്ങളുടെ കുഞ്ഞിൻ്റെയും ഭാവി സുരക്ഷിതമാക്കിയെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതെ, അവനെപ്പോലെയുള്ള ഒരുത്തൻ കൂടെ ഉള്ളപ്പോഴേ നിന്റെ ഭാവി ഒരിക്കലും സുരക്ഷിതമാകാൻ പോകുന്നില്ല എന്ന് കനക അന്നേരം പറഞ്ഞു. അവനുമായിട്ടുള്ള നിന്റെ കല്യാണം പോലും ഒരു ചതിയാണെന്നും. അല്ല, കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് പിന്നെ ഞാൻ പറയാതെ തന്നെ നിനക്കെല്ലാം അറിയാവുന്നതാണല്ലോ. അപ്പം അതിനകത്തെ ഞാനും പ്രതി തന്നെയാണ്. ഞാൻ അവനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം ഈ വീടിൻ്റെ പടി കടന്ന് വന്ന് ഒരുത്തി ഉണ്ടല്ലോ ഈ വീട്ടിൽ, ഇല്ലേ? അമ്മയുടെ ഇളയ മോള്, അവളുടെ പ്രവൃത്തിയൊന്നും ചോദ്യം ചെയ്യാനില്ലേ? അവൾക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുക. ആ സമയത്തെങ്കിലും ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടി അവളെ ആ കുഞ്ഞിനെ അങ്ങനെ തള്ളിക്കളയില്ലടി എന്ന് കനക പറഞ്ഞു. അവൾ കൂടപ്പറപ്പുകളെക്കുറിച്ച് ചിന്തിക്കുന്നവളാടിയെന്നും അവളെക്കാളും കൂടുതൽ നീയും നന്ദുകൂട്ടനും നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണെന്ന് പറഞ്ഞു. ഇവിടെയുള്ളവരെ ആ നന്മ വരത്തെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക. ഇനി അതിൻ്റെ കൂട്ടത്തിൽ അമ്മയും കൂടെ പറയുന്നത് എനിക്ക് കേൾക്കണ്ടെന്നായി നവ്യ. ഇവിടെ ഇപ്പോഴേ എൻ്റെ ഭർത്താവിനെ അവൻ്റെ അമ്മയും വീട്ടു ജോലിക്കാരാക്കിയിരിക്കുക ഇവിടെ ഉള്ളവർ. അമ്മയുടെ മോൾ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനുള്ള യോഗ്യതയെ അവർക്കുള്ളൂ. അതുകൊണ്ടാണെന്ന് കനക നവ്യയോട് പറഞ്ഞു. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവനും അവൻ്റെ അമ്മയും തന്നെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അബിയെ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഇപ്പോഴേ അവൻ്റെ ചേട്ടനേക്കാളും മെച്ചം തന്നെയാണ് അവൻ. അയാളാണ് കുറുക്കൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കനകയ്ക്ക് ദേഷ്യം വന്നു. ആ കുറുക്കനിപ്പോൾ പോയിട്ടുണ്ട് ഏതോ ഡീലാണെന്നും പറഞ്ഞ്. അയാളുടെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് അയാൾ തോറ്റേ വരത്തുള്ളൂ എന്ന് നവ്യ പറയുമ്പോൾ നവ്യേ, നാക്കി നെല്ലില്ലാന്ന് കരുതി വായി വരുന്നതെന്നും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞതാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഒറ്റ അടിയാൻ വെച്ച് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെ, അമ്മ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, എന്നാലും ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ശരിയല്ല 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 എന്ന് പറയുമ്പോൾ പിന്നെ ആരടി നിനക്ക് ശരി, ആരടി ശരി, ചോദിച്ചത് കിട്ടില്ല, ആരോടി ശരി എന്ന് ചോദിച്ചുകൊണ്ട് കനകങ്ങ് ചെന്നില്ലേ നവ്യയുടെ നേരെ. ഞാനേ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകൂടി എന്നും പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഇവള് ചെവിയും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ കനക രണ്ടും കൽപ്പിച്ചാണ് എത്തിയിരിക്കുന്നത്. ആ പോക്ക് നേരെ പോകുന്നത് ജലജയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ജലജ മോളേ എന്നും പറഞ്ഞു ഒരു വിളി. ഇതിനെ കണ്ടപ്പോൾ തന്നെ ജലജയുടെ നല്ല ജീവൻ അങ്ങ് കത്തി. അകത്തേക്ക് കയറി ചെന്ന് ജലജ മോളേന്നും പറഞ്ഞ് കയ്യേലൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹപ്രകടനം. കനക കനകയായിരുന്നു? അതെ കനക തന്നെ. എന്തേ? പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത്. ഇന്നൊരു ദിവസം ഞാനിവിടെ കാണും കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ മെനു കിട്ടിയായിരുന്നോ? മെനുവോ? അല്ല, ഇവിടെയുള്ളവരുടെയൊക്കെ മെനുവേ അത് കിട്ടിയായിരുന്നു എന്ന്. ഇവിടെയുള്ളവർ എല്ലാ ദിവസവും മെനു എനിക്ക് തരുന്നുണ്ട്. പിന്നെ ആദർശ് വലിയൊരു ഡീൽ ഉറപ്പിക്കാൻ പോയതുകൊണ്ട് ഇവിടെ മിക്കവാറും ഉള്ള ഒരു വ്രതത്തിലാണെന്ന് പറഞ്ഞു. അയ്യോ ആണോ? പക്ഷേ എനിക്ക് വ്രതമൊന്നുമില്ല കേട്ടോ. ഞാനേ ഒരു മെനു അങ്ങ് തരാം, അതനുസരിച്ചുള്ളതെല്ലാം ജലജമോള് എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് കനക പറയുമ്പം അതിപ്പം മെനു തന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുമല്ലോ.
ഉണ്ടാക്കി തരത്തില്ല. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിലാണല്ലോ അമ്മയും മോനും ഇങ്ങനെ കീഴടങ്ങിയൊക്കെ നിൽക്കുന്നത്. അന്നേരം എൻ്റെ കനകേ, എൻ്റെ മോൻ ചെയ്ത തോന്നിവാസത്തിന് എന്നെ ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിന്റെ മോൻ എങ്ങനെയാടി അങ്ങനെ ആയത്? അവൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നീ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ? എന്നെങ്കിലും എപ്പോഴെങ്കിലും നീ നിന്റെ മോനെ ഒന്ന് തിരുത്തിയിരുന്നെങ്കിലേ അവൻ ഇങ്ങനെ ആൾക്കാരെ കൊല്ലാക്കൊല ചെയ്ത് ജീവിക്കുമായിരുന്നു ഓടി. എൻ്റെ പൊന്നെ, എന്ത് ചെയ്യാനാ? അച്ഛനെയും അമ്മയും കൊന്നു തിന്നാനായിട്ട് ചില സന്താനങ്ങൾ ജനിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അവർ കാരണം അച്ഛനമ്മമാർ ജീവിതകാലം മുഴുവനും ദുഃഖിക്കുകയും ചെയ്യും. അതിനിവിടെ ഇപ്പം അച്ഛനില്ലല്ലോ. പിന്നെ ഉണ്ടായിരുന്ന അച്ഛനെ കുട്ടികൾക്ക് ഓർമ്മയാകുന്നതിന് മുന്നേ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്ന് കനക ചോദിക്കുക. അവൻ്റെ അച്ഛൻ പോകാനുണ്ടായ കാരണങ്ങളൊന്നും നിങ്ങൾക്കാർക്കും അറിയത്തില്ല എന്ന് ജലജ പറയുമ്പം അത് പിന്നെ എനിക്ക് അറിയണമെന്നൊന്നുമില്ല. അവൻ്റെ അല്ലേ അച്ഛൻ, അപ്പോൾ അയാളും നന്നാവാൻ തരമൊന്നും ഇല്ല എന്ന് ജലജയോട് കനക പറയുമ്പോൾ ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ജലജ മോളിന് രാത്രി കിടക്കുമ്പോൾ മാത്രം വിശ്രമിച്ചാൽ മതി. അല്ലാത്തപ്പോഴേ ഈ വീടിനകത്ത് കുന്നോളം പണിയല്ലേ ഉള്ളത്, എല്ലാം അങ്ങ് ചെയ്തോ. ഇപ്പം ജോലിക്കാരെല്ലാം ആദർശിൻ്റെ അമ്മ പറഞ്ഞു വിട്ടതുകൊണ്ടേ നീ അവരുടെ പകരക്കാരിയായേ പറ്റൂ. ഞാൻ ജോലിയെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വന്നതേ ഉള്ളൂ എന്ന് ജലജ പറഞ്ഞപ്പോൾ ആവശ്യമാടാ. അങ്ങനെ എൻ്റെ ജലജക്കുട്ടി വിശ്രമിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിലായോ? നീ വിശ്രമിക്കുമ്പോഴാണ് എൻ്റെ ജലജമോളുടെ തലയിൽ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ കയറി വരുന്നതും ചെയ്യുന്നതും. അതുകൊണ്ടേ ഞാനിപ്പോൾ തന്നെ കുറിച്ചുകൊണ്ട് വരാം. എനിക്ക് വേണ്ടുന്ന മെനുവൊക്കെ കേട്ടോ, അത് കൃത്യമായിട്ട് എൻ്റെ മുന്നിലേക്കൊന്ന് എത്തിച്ച് തന്നാൽ മതി, മനസ്സിലായോ? ഇല്ലെങ്കിൽ എൻ്റെ ജലജ മോളെ കളി മാറുവേ എന്നും പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് പോകുമ്പോൾ ജലജ രാഗിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേവയാനി നയനയും കൂടെ സംസാരിക്കുക. മോളുടെ ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ, അവൾ സത്യം അറിയാതെയല്ലേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അവളുടെ കാഴ്ചപ്പാടിൽ അഭി ആദർശിന് അത്രയും തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ അവൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ കനക അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എൻ്റെ മോള് AN ജ്വല്ലറിയുടെ പരസ്യത്തിന് പോയി എന്നറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ വന്ന് അഭിയോടും അവൻ്റെ അമ്മയോടും 4 വർത്തമാനം പറയണമെന്ന് ഞാൻ കരുതിയതാണെന്ന് കനക ദേവയാനിയോട് പറയുക. ഒരു ഡോസ് ഞാൻ കൊടുത്തു, ഞാൻ എന്തായാലും ഇന്നിവിടെ കാണുമെന്നും ഇടയ്ക്കെങ്കിലും വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണമല്ലോ എന്ന് പറഞ്ഞു കനക. അപ്പം അതുകൊണ്ടെന്താ ഇപ്പം രണ്ടിനെയും ഈ വീട്ടിലെ ജോലിക്കാരാക്കിയിരിക്കുകയാണെന്ന് ദേവയാനി പറയുമ്പോൾ കനകയ്ക്ക് ചിരി വന്നു. എന്തിനാ അവരങ്ങനെ അടിമപ്പണി ചെയ്യുന്നതെന്ന് നവ്യ പലപ്പോഴും ചോദിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ചോദിക്കട്ടെ, അവസാനം സഹിക്കട്ടെ, അമ്മയും മോനും കൂടി സത്യം തന്നെ അങ്ങ് പറയട്ടെ എന്ന് കനക പറയണു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അഭി പുറത്ത് പോയി പച്ചക്കറി കിറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കനകയ്ക്ക് അങ്ങ് സന്തോഷമായി, ഇഷ്ടപ്പെട്ടു. ഇവരെ 3 പേരെയും കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഇവരെ കാണാത്ത മട്ടിൽ അകത്തേക്ക് പറന്ന് കയറി പോകുന്ന അഭിയേടാ അഭി എന്നും പറഞ്ഞ് വിളിച്ച് ദേവയാനി നിർത്തി. എന്താ അമ്മായി പറഞ്ഞതെല്ലാം നീ വാങ്ങിച്ചോടാ? എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അമ്മായി. വാങ്ങിയതിനകത്ത് പഴകിയത് വല്ലതും ഉണ്ടെങ്കിൽ വീണ്ടും അത് കൊണ്ടുപോയി കൊടുത്ത് പുതിയത് വാങ്ങണമെന്ന് പറഞ്ഞു. എല്ലാം ഞാൻ നോക്കിയാൽ അമ്മായി വാങ്ങിയത്. അങ്ങനെയൊക്കെ വാങ്ങാൻ നീ പഠിക്കുക എന്ന് കനക അന്നേരം ഈ അഭിയോട്. അങ്ങനെയെങ്കിലും ആ ജോലി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇവനിങ്ങനെ വല്ലോർമ്മി പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ അല്ലടാ അഭി, ആദർശ് മോനും മോൻ്റെ മുത്തശ്ശനും കൂടി നിനക്ക് ജ്വല്ലറിയിൽ നല്ലൊരു ജോലിയൊക്കെ തന്നതായിരുന്നല്ലോ, അപ്പോൾ അവിടെയും നീ അഴിമതി നടത്തിയില്ലേടാന്ന് ചോദിച്ചുകൊണ്ട് കനക അവിടെയും അഭിക്കിട്ടുള്ള പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.